എന്താണ് നമ്മൾ പറയേണ്ടത്? അച്ഛനെ പറ്റി കൂടുതലായിട്ട് അറിയാനാണ് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ആഗ്രഹം. ഓക്കെ, ഞാൻ ഡേവിസ് ചെറുമലച്ചൻ. ഞാൻ തൃശ്ശൂർ അതിരൂപത അംഗമാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ്. ഞാനിവിടെ ഹൂസ്റ്റണിലും അമേരിക്കയിലും മറ്റ് 33 രാജ്യങ്ങളിൽ ഞാനിപ്പോൾ പോയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ജീവിതം കൊണ്ടും ജീവിതത്തിന് ശേഷവും ഈ ലോകത്തിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. നമ്മൾ കരുതുന്നത് മറ്റുള്ളവരെ കൊണ്ട് എനിക്ക് എന്താണ് നേടാൻ സാധിക്കുക എന്നാണ് ചിന്തിക്കുക. അതല്ല, നമ്മളെക്കൊണ്ട് അമേരിക്കയിലെ ഒരു പ്രസിഡൻ്റാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ, വാട്ട് കൺട്രി ക്യാൻ ഡു ഫോർ മീ എന്നല്ല, വാട്ട് ഐ ക്യാൻ ഡു ടു മൈ കൺട്രി. അതെ, അതായത് ദൈവത്തിന് എന്തെല്ലാം എനിക്ക് ചെയ്തു തരണം എന്ന് ചോദിക്കുന്നതാണ് പലപ്പോഴും പ്രാർത്ഥന. ഓക്കെ, എന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നതുകൂടെ ആകുമ്പോഴാണ് പ്രാർത്ഥന പൂർത്തിയാവുക. നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ തരണേ തരണേ. ദൈവം എന്ത് നമുക്ക് ചെയ്തു തരണം എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അതുണ്ടാവണം, ഇതുണ്ടാവണം, രോഗം മാറണം, മരിക്കാൻ പാടില്ല. ഇതൊക്കെ ദൈവം എനിക്ക് ചെയ്തു തരേണ്ടതാണ്. വാട്ട് യു ഹാവ് ഡൺ ടു യുവർ ക്രിയേറ്റർ, നിന്റെ ദൈവത്തിന് വേണ്ടി നീ എന്ത് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ, അതാണ് നമ്മുടേത്. മറ്റതെല്ലാം ദൈവത്തിൻ്റേതാണ്. നമുക്ക് ഓർമ്മ, ബുദ്ധി, കഴിവ്, ആരോഗ്യം, ജോലി, ഭാര്യ, ഭർത്താവ്, മക്കൾ, സമ്പത്ത്, ഇതൊക്കെ ദൈവം നമുക്ക് തന്നതാണ്. തമ്പുരാൻ നമ്മളോട് ചോദിക്കാൻ ഒറ്റ കാര്യമാണ്, ഏത് മതസ്ഥരായാലും നിന്റെ സൃഷ്ടാവ് നിന്നോട് ചോദിക്കും, വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ, ഇതെല്ലാം നിനക്ക് തന്നിട്ട് നീ എനിക്ക് എന്ത് ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ജീവിതം കൊണ്ട് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തെ എവിടെ കാണും? ദൈവത്തെ ഈ ലോകത്തിലെ സർവ്വപ്രപഞ്ച വസ്തുക്കളിലും കാണാൻ സാധിക്കും. പക്ഷെ ജീവനുള്ള ദൈവത്തെ ഓരോ മനുഷ്യനിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കടമകൾ ചെയ്യുകയാണ്. അത് മറ്റുള്ളവരൊക്കെ അത് വലിയ കാര്യമാണ് അച്ഛാ ചെയ്തതെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ആൻഡ് മൈ ഓബ്ലിഗേഷൻ. ദിസ് ഈസ് ലൈഫ്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. മരണശേഷം നമുക്ക് സമയമില്ല, മരണശേഷം നമുക്ക് ബുദ്ധിയില്ല, മരണശേഷം നമുക്ക് സമ്പത്തില്ല, മരണശേഷം നമുക്ക് ബന്ധുക്കളില്ല. പക്ഷെ ഒന്നുണ്ട് നമുക്ക്, നമ്മുടെ ശരീരം. ആ മരണശേഷം നമ്മുടെ ശരീരം കൊണ്ട് നിൻ്റെ ശരീരം നിനക്ക് സൃഷ്ടിച്ച് നൽകിയ സൃഷ്ടാവിന് എന്തു കൊടുത്തു? അതാണ് ഞാൻ അവയവദാനത്തിലൂടെ സമൂഹത്തോട് പറയുന്നത്. മരണശേഷവും ജീവിതകാലത്തും നമുക്ക് ചെയ്യാവുന്ന, ദൈവത്തിന് കൊടുക്കാവുന്നത്, അത് ഈ മനുഷ്യർക്ക് കൊടുത്താൽ ദൈവത്തിനാണ് കിട്ടുന്നത്. മനസ്സിലായ? അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് ചെയ്യുന്നത്. എന്ത് മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടാം? അമേരിക്കയിൽ വന്നാൽ എന്താ ഡോളർ കിട്ടുമോ? UK പോയാൽ പൗണ്ട് കിട്ടുമോ? എനിക്ക് വല്ലയിടത്തുനിന്ന് ജോലി കിട്ടുമോ? എനിക്ക് കിട്ടാൻ ആഗ്രഹമില്ല. ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, നോട്ട് ദ ഡ്യൂറേഷൻ ബട്ട് ദ ഡൊണേഷൻ. അത് ഡൊണേഷൻ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനല്ല, വാട്ട് ഐ ക്യാൻ ഡൊണേറ്റ് ടു മൈ ഗാഡ് ആൻഡ് മൈ ഫെല്ലോ ബീയിങ്. മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ വലിയവരാണെന്ന് നമുക്ക് തോന്നുക. നമ്മൾ വലിയവരാകാൻ, മറ്റുള്ളവരെ നമ്മൾ വലിയവരാക്കുമ്പോഴാണ് നമ്മൾ വലിയവരാകുക. പലപ്പോഴും നമ്മൾ വലിയവരാകുന്നത് മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് നമ്മൾ വലിയവരാവാൻ നോക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ താഴ്ത്തിയാൽ നമ്മളും താഴും. നാം മറ്റുള്ളവരെ ഉയർത്തിയാലോ നമ്മളും ഉയരും. നിങ്ങളൊരു കൊച്ചിനെ എടുത്ത് പൊന്തിച്ച് നിർത്തി നോക്കിയാൽ ആ കൊച്ചും ഉയരും, നിൻ്റെ കൈ ഉയരും, നിൻ്റെ കണ്ണുയരും, നീ ഉയരും. ഒരു കൊച്ചിനെടുത്ത് താഴെ വെച്ച് നോക്കിയാൽ നിൻ്റെ കൈ താന്നു, കണ്ണ് താന്നു, നിനക്ക് കൂനുണ്ടായി. സോ മറ്റുള്ളവരെ ഉയർത്താൻ, അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിനെ ഉയർത്താൻ, അവരുടെ ഹൃദയത്തെ ഉയർത്താൻ, അവരുടെ ചിന്തകളെ ഉയർത്താൻ, അവരുടെ ജീവിതത്തെ ഉയർത്താൻ നമുക്ക് സാധിച്ചാൽ അപ്പോഴാണ് നാം ദൈവത്തിനും മനുഷ്യർക്കും ഏറ്റവും വിലപ്പെട്ടവരായി തീരുക. ചെറിയ സ്പാൻ ഓഫ് ലൈഫേ നമുക്കുള്ളൂ.
നമ്മൾ ഈ പൂമ്പാറ്റകളൊക്കെ കണ്ടിട്ട് പറയും, അയ്യോ പൂമ്പാറ്റകൾ കുറേ കഴിയുമ്പോൾ ചത്തുപോകും. ആ പൂമ്പാറ്റ നിന്നെ നോക്കിയിട്ട് പറയുണ്ടാവും, നീ ഇത്ര നാൾ തന്നെയുള്ളോ, കുറച്ച് കഴിഞ്ഞാൽ നീയും പോവും. അപ്പോൾ ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയുടെ ഒരു നിയമമാണ് എല്ലാവരും ഈ ഭൂമി വിട്ടുപോകണം. ഓൾ ദ പാസഞ്ചേഴ്സ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് പോലെ ഈ ലോകത്തിലെ ഈ പ്ലാനറ്റിൽ നമ്മളെല്ലാവരും കടന്നു പോകണം. പോകുന്നതിന് മുൻപ് നമുക്ക് കൊണ്ടുപോകാനുള്ളത് വാട്ട് ഐ ഹാവ് ഡൺ ടു അതർ പീപ്പിൾ. അപ്പം അതുകൊണ്ട് ഒക്കെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ നേട്ടമെല്ലാം നിങ്ങൾക്ക് ദുഃഖമായി തീരും. എന്നാൽ മറ്റുള്ളവർക്കായി നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ സമ്പത്തും ഒക്കെ നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിനും വലിയ മഹത്വത്തിനും കാരണമാകും. ഞാൻ ഓടി നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. 66 വയസ്സായി. എൻ്റെ അപ്പനമ്മയും അവരുടെ വീട്ടിലേക്ക് പോയി. മനസ്സിലായല്ലോ, വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്കും ഒരു യാത്രയുണ്ട്. അതിനു മുമ്പ് കുറേ ചെയ്തു തീർക്കാനുണ്ട്. മൈൽസ് ടു ഗോ, വൺ സ്റ്റെപ്പ് ഇനഫ് ഫോർ മീ, ഐ ഹാവ് മൈൽസ് ടു ഗോ. താങ്ക് യു. അച്ഛൻ ഈ കിഡ്നി പ്രസ്ഥാനത്തിന് വരുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇതിൽ എത്തപ്പെട്ടതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഓക്കെ, കിഡ്നി ഞാൻ 16 വർഷമേ കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടായിട്ടുള്ള. അദ്ദേഹം സുഖമായിട്ട് ജീവിക്കുന്നു. ഞാൻ 16 വർഷം മുമ്പ് ഒരു പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയുടെ അടുത്തുള്ളൊരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു ഗോപിനാഥൻ സൂയിസൈഡ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് കിഡ്നി കൊടുക്കാൻ ആരുള്ള കിഡ്നി ഫെയിലിയറായി. ആ സന്ദർഭത്തിലാണ് അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാനിങ്ങനൊരു കർമ്മം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. അത് ലോകത്തിൽ ആരും ഒരു പുരോഗതിന് ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമായതുകൊണ്ട് ലോകത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം അനേക പുരോഹിതരെ, ബിഷപ്സ്, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ്, സൽമായർ, ധാരാളം പേര് കൊടുക്കാൻ തയ്യാറായി. അപ്പം നമ്മളൊരു വഴി വെട്ടുക എന്നുള്ളതാണ്. അടഞ്ഞു കിടന്നിരുന്നൊരു വാതിൽ ഞാൻ തുറന്നു. ഇന്നപ്പോൾ ആ വാതിലിലൂടെ ധാരാളം പേര് യാത്ര ചെയ്തു. അതിനു മുമ്പ് ഞാൻ ധാരാളം അപകടങ്ങൾപ്പെടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആക്സ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങി. അതുപോലെ തന്നെ റിട്രീറ്റുകളും കുറേ ക്ലാസ്സുകൾക്ക് കുറേ സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ, പള്ളികളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ഡിനോമിനേഷനിലും, മാർത്തോമ, ഓർത്തഡോക്സ്, CSI, കാത്തലിക്, എല്ലാ ഡിനോമിനേഷനിലും ഞാൻ പോകും. കാരണം ക്രിസ്തു എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ ക്രിസ്തുവിനെ പല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും കർത്താവ് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ആ മനസ്ഥിതിയാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. ഗോഡ് ബ്ലെസ് യു. ഈ അഭിമുഖം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കാം. അച്ഛൻ്റെ ആദ്യത്തെ അമേരിക്കൻ വിസിറ്റ് അല്ല എന്നറിയാം. അച്ഛന് നല്ല അനുഭവങ്ങളും അല്ലാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. 1-2 കാര്യങ്ങളൊന്ന് ജസ്റ്റ് അമേരിക്കൻ ഓഡിയൻസിന് വേണ്ടി മാത്രം. തീർച്ചയായിട്ടും. അമേരിക്കയിൽ ഇപ്പോൾ ഞാനൊരു 8-9ാമത്തെ പ്രാവശ്യമാണ്. 10 വർഷത്തെ വിസ കഴിഞ്ഞു. രണ്ടാമത് 10 വർഷത്തെ വിസ കൂടി അടിച്ചിട്ടുണ്ട്. ഞാൻ വരുന്നത് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഞാൻ വരുന്നത് റിട്രീറ്റുകൾക്ക്, അല്ലെങ്കിൽ ഇവിടെ ഓണാഘോഷങ്ങൾക്ക്, സംഘടനകളുടെ അവരുടെ ഗെറ്റ് ടുഗദറുകൾക്കൊക്കെയാണ് ഞാൻ മിക്കതും വരുന്നത്. ഇപ്രാവശ്യം വന്നത് അക്ഷയപാത്ര എന്ന് പറയുന്ന ഇന്ത്യയിലെ 25 ലക്ഷം പേർക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്ന അക്ഷയപാത്രയുടെ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം അവർ നടത്തുന്നുണ്ട്. അതിൽ ഞാൻ സംസാരിക്കാനായിട്ട് വന്നതാണ്. കാരണം കേരളത്തിൽ മാത്രമാണ് ഈ അക്ഷയപാത്രയുടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തത്. അത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ 1 ഏക്കർ സ്ഥലം 30 വർഷത്തേക്ക് അവർക്ക് ലീസിന് എഴുതി കൊടുത്ത് അവിടെ 10 കോടിയുടെ വലിയൊരു കിച്ചൺ വരികയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് വാഹനങ്ങളിൽ ഈ തൃശ്ശൂരുള്ള 6000 വ്യക്തികൾക്ക് ഡെയിലി കൊടുക്കുന്ന ഒരു സംവിധാനം. ഇനി കേരളത്തിലെ പല സ്ഥലത്തും അത് വരും. അങ്ങനെ കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള പരിശ്രമമാണ്. അതിനാണ് മെയിനായിട്ട് ഞാനിവിടെ വന്നത്. ഇനി എത്ര ദിവസം കൂടെ ഉണ്ട് അമേരിക്ക? ഞാൻ 27-ാം തീയതി വരെ ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ഹൂസ്റ്റണിലാണ് സംസാരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ മയാമിയിലേക്ക് പോകും. മയാമിയിൽ നിന്ന് ഞാൻ വീണ്ടും ഡാലസിലേക്ക് വരും. ഡാലസിൽ 3-4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ന്യൂയോർക്കും ന്യൂജേഴ്സിയിലുണ്ടാകും. 27-ാം തീയതി തിരിച്ച് ഞാൻ കേരളത്തിലേക്ക് പോകും. അച്ഛൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്കായിട്ട് തന്നതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആരും കൊണ്ടുവന്ന് തരില്ല, കടയിൽ നിന്ന് കിട്ടൂല. That is in your mind. Keep your mind always with positive thinking. Thank you. God bless you.